മദ്യം വിളമ്പുന്നില്ല. 1-2 ഗ്ലാസ് വൈനൊക്കെ നിനക്ക് ഹറാമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കൂടിയപ്പോഴൊക്കെ നീ സിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അന്നത്തെ കണ്ണനല്ല ഞാനിപ്പോ. ഇന്ന് ഞാൻ മഹാലക്ഷ്മിയുടെ കണ്ണനാ. അതുകൊണ്ട് ഭാര്യയുടെ അനുവാദം ചോദിക്കണമായിരിക്കും. എന്നാ പിന്നെ വിളിക്ക്. ലക്ഷ്മി ഒരിക്കലും 1 ഗ്ലാസ് വൈനൊന്നും കുടിക്കണ്ടെന്ന് പറയില്ല. ഞാൻ അയാൾക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം. ആ, നമുക്ക് അയാൾ എന്തെടുക്കെന്ന് കാണാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാറുണ്ടോ അളിയ? മഹാലക്ഷ്മിയെ നിനക്ക് സംശയമുണ്ടോ? ഒന്ന് പോടാ. അല്ല, നീ ജോലി സ്ഥലത്തും കൂടെ മഹാലക്ഷ്മിയെ കൊണ്ടുപോയിട്ട് ചോദിച്ചതാ. അതെനിക്കേ ഏതു നേരവും എന്റെ ഭാര്യയെ കാണാൻ വേണ്ടിട്ടാ. ദേ കേട്ടല്ലോ. അല്ലാതെ ഭാര്യയുടെ അടുത്തുനിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നത് റിയാസിക്കെ പോലെ കണ്ണൻ ചേട്ടനൊരു രക്ഷപ്പെടിയിലല്ല. ഭാര്യമാരുടെ പീഡനം ഒരുപാട് സമയത്തൊന്നും നമുക്ക് ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലട കണ്ണ. നിങ്ങൾ പുതുമോടി ആയതുകൊണ്ടാ കുറച്ച് കഴിയുമ്പോ നിന്റെ സ്വഭാവത്തിന് മാറ്റമൊക്കെ വരും. എന്തോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ വിളിക്കേ. വീഡിയോ കോൾ ആണല്ലോ. ആ കണ്ണേട്ടാ, എന്റെ പ്രീതമ കിച്ചണിലാണോ? അത് പിന്നെ നാളെ റിയാസിക്കയും ജുബാനയും പോകുമ്പോ വല്ലതും കൊടുത്തുവിടണ്ടേ? എടാ, അനന്തൂനും ലേഖയ്ക്കും കൊടുത്തുവിടാനായിട്ട് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുക എന്റെ മിസ്സസ്. ഇങ്ങനെ ഹായ് ലക്ഷ്മി. ഹായ്. അതെ, ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് വൈൻ പകർന്നു കഴിഞ്ഞു. 1 ഗ്ലാസ് വൈൻ കുടിക്കണമെങ്കിൽ ഭാര്യയുടെ സമ്മതം വേണമെന്നാ ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത്. ഒന്ന് കൊടുത്തേ. അവരുടെ സന്തോഷല്ലേ ഇപ്പൊ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അതുകൊണ്ട് എന്താന്ന് വെച്ചായിക്കോ, ഓവറാക്കണ്ട. ഇവിടെ ഒരാളുകൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മഹാലക്ഷ്മി, ഞങ്ങൾ അവിടെ ചെന്ന ശേഷമേ ഇനി അനന്തവും ലേഖയായിട്ട് ഇതുപോലെ വിളിക്കും കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ ശല്യം ഉണ്ടാവും. ആയിക്കോട്ടെ. രണ്ടു കുടുംബത്തിനും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിക്കോ കേട്ടോ. എന്തിനാ ആ പാവത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊന്നും എന്റെ മഹിക്ക് ഒരു ബുദ്ധിമുട്ടല്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.